ഹലോ എവ്രി വൺ. ഇന്നത്തെ റെസിപ്പിയിൽ നമ്മുടെ ഹോട്ട് മിൽക്ക് സ്പഞ്ച് കേക്ക് വെച്ചിട്ട് എങ്ങനെ മിൽക്ക് കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. മിൽക്ക് കേക്കിന് ട്രെസ് ലെച്ചസ് എന്നാണ് പറയുന്നത്. അതായത് 3 ടൈപ്സ് ഓഫ് മിൽക്ക് വെച്ച് സോക്ക് ചെയ്യുന്ന കേക്കാണ് മിൽക്ക് കേക്ക്. അപ്പോൾ ഈ സ്പഞ്ചിൽ ആ 3 ടൈപ്പ് ഓഫ് മിൽക്ക് വെച്ച് സോക്ക് ചെയ്താലാണ് നോർമൽ മിൽക്ക് കേക്ക് ആവുന്നത്. അപ്പോൾ അധികം ഫ്രോസ്റ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യം അതിനില്ല. ജസ്റ്റ് ഒരു പ്ലെയിൻ വനീല ഫ്രോസ്റ്റിങ് ഇട്ടാൽ മതി. പക്ഷേ ഇവിടെ ഞാനൊരു ബർത്ത്ഡേ കേക്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ച് ഡിഫറെൻസ്ഡ് ആയിട്ടാണ് ഞാനത് ചെയ്യണത്. അപ്പോൾ 3 ടൈപ്സ് ഓഫ് മിൽക്ക് ഞാൻ എടുത്തേക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ നോർമൽ മിൽക്ക്, സാദാ പാല്, പിന്നെ എടുത്തേക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ എടുത്തേക്കുന്നത് ഇവാപ്പറേറ്റഡ് മിൽക്കാണ്. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്രോസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്ന വിപ്ഡ് ക്രീം റെഡിയാക്കി വെക്കുക. നല്ലപോലെ വിപ്പ് ചെയ്ത് സ്റ്റിഫ് പീക്സ് ആവുന്ന വരെ വിപ്പ് ചെയ്യുക. എന്നിട്ട് അത് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടായിരിക്കണം ബീറ്റ് ചെയ്യുന്നത്. കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ട്രെയിലെടുത്ത് വെക്കുക. അപ്പോൾ അത് ജസ്റ്റ് നല്ലപോലെ ഫിക്സ്ഡ് ആയിട്ടിരിക്കാൻ. ഇനി ഫസ്റ്റ് സ്ലൈസ് കേക്ക് എടുക്കുക. കേക്ക് ഓൾറെഡി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. എന്നിട്ട് ഇതിലോട്ട് നമ്മളുടെ ആ മിൽക്കിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. യൂഷ്വലി ഷുഗർ സിറപ്പ് ഒഴിക്കുമല്ലോ, അതുപോലെ ഇത് നല്ലപോലെ സോക്ക് ചെയ്യാൻ പാകത്തിന് ഒഴിച്ചു വെക്കുക. ഓക്കെ, ഇനി വിപ്ഡ് ക്രീം എടുത്തിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ അധികം തിക്കായിട്ട് വെക്കുന്നില്ല, കാരണം മിൽക്ക് കേക്കിൻ്റെ ഫ്ലേവർ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഫ്രോസ്റ്റിംഗ് കുറച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അധികം തിക്കാക്കാതെ വിപ്ഡ് ക്രീം എടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരു സ്പാച്ചുല വെച്ചിട്ട്. അപ്പോൾ കേക്ക് ടേൺ ടേബിളൊന്നും ഇല്ലെങ്കിലും സാരമില്ല, ഒരു പറ്റാവുന്ന ഒരു പ്ലെയിനിലിട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇതുപോലെ ഓരോ ലെയറും വെക്കുക, മിൽക്കിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക, പിന്നെ ഫ്രോസ്റ്റിംഗ് ഇട്ട് കൊടുക്കുക. ഇതാണ് ലാസ്റ്റ് ലെയർ വരെ ചെയ്യേണ്ട കാര്യം. ഇതിൻ്റെ ഫ്രോസ്റ്റിംഗ് ഒക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് വെറുതെ വിപ്ഡ് ക്രീമാണ് ഓരോ ലെയറിലും ഇട്ട് കൊടുത്തേക്കുന്നത്. ഇടയ്ക്ക് വേറെ ഫ്രൂട്ട്സ് ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രോബെറിയോ ചെറിയോ ബ്ലൂബെറി റാസ്ബെറി എന്തെങ്കിലും അതിൻ്റെ സൈഡിൽ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. ജസ്റ്റ് ഞാൻ ഇതിന് ടോപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു പൈനാപ്പിളിൻ്റെ സ്വീറ്റ് ആൻഡ് പൈനാപ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ചോയ്സാണ്. എത്രത്തോളം ഭംഗിയാക്കാം, എത്രത്തോളം ഫ്രോസ്റ്റിംഗ് വേണം, എത്രത്തോളം സ്വീറ്റ് ആയിരിക്കണം സാധനം, എല്ലാം നിങ്ങളുടെ ചോയ്സാണ്. അങ്ങനെ ലാസ്റ്റ് ലെയർ എടുത്ത് മുകളിലേക്ക് വെക്കാൻ പോവാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇനി മുകളിലത്തെ ഫ്രോസ്റ്റിംഗ് ചെയ്യണത്. ലെയേഴ്സ് എല്ലാം വെച്ച് കഴിയുമ്പോൾ ഔട്ടർ സർഫസ് കോട്ട് ചെയ്യണം ഫ്രോസ്റ്റിംഗ് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഫസ്റ്റ് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ക്രം കോട്ടിംഗ് ആണ്. അതായത് കേക്കിൻ്റെ ക്രംസ് വരും നമ്മളിങ്ങനെ ഫുൾ കോട്ട് ചെയ്യുമ്പോൾ. അത് ജസ്റ്റ് ഒന്ന് അടുത്ത ലെയറിലോട്ട് പിടിക്കാതിരിക്കാനായിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചൂട് കൂടുതലാണെങ്കിൽ വിപ്ഡ് ക്രീം മെൽറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല വിപ്ഡ് ക്രീം ആണെങ്കിൽ അത്യാവശ്യം നേരം അത് സ്റ്റിഫ് പീക്സ് ആയിട്ട് തന്നെ ഇരുന്നോളും. ഇനി അഥവാ നിങ്ങളുടെ മെൽറ്റ് ചെയ്യാൻ തോന്നുവാണെങ്കിൽ ഈ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ കുറച്ച് നേരം ഫ്രീസ് ചെയ്ത് വെക്കുക. ഞാനൊരു 45 മിനിറ്റ്സ് ഒക്കെ ഫ്രീസ് ചെയ്ത് വെച്ചായിരുന്നു. നിങ്ങളുടെ റൂം ടെമ്പറേച്ചർ അനുസരിച്ചിരിക്കും അതൊക്കെ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കോട്ട് ചെയ്യുന്ന വരെ ഒന്ന് ഫ്രോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഇരുന്ന് ക്രീമൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നെക്സ്റ്റ് ലെയർ ഓഫ് ഫ്രോസ്റ്റിംഗ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതും അത്ര തിക്കായിട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ സെമി നേക്കഡ് കേക്ക് എന്നൊക്കെ പറഞ്ഞുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, അതാവുമ്പോൾ എളുപ്പമാണ്. പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡ്സ് കവർ ചെയ്യണു. ഞാൻ പറഞ്ഞില്ലേ ബർത്ത്ഡേ കേക്കിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, പക്ഷേ അത്ര തിക്ക് ഫ്രോസ്റ്റിംഗ് കൊടുക്കുന്നില്ല. ഇത് സ്മൂത്തൻ ചെയ്തെടുക്കുന്നതൊക്കെ ആക്ച്വലി നമ്മളുടെ ഒരു ആർട്ടാണത്. കുറച്ച് നേരം അത് യൂസ്ഡ് ആയി കഴിഞ്ഞാലാണ് ആ സൈഡൊക്കെ സ്മൂത്തൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പാച്ചുല ആണ് യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു കേക്ക് സ്മൂത്തർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടും, അത് യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഇടയ്ക്ക് സ്മൂത്തൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് എല്ലായിടും കവർ ചെയ്യാനായിട്ട് ഫസ്റ്റ് ഫ്രോസ്റ്റിംഗ് കുറേ ഇട്ട് കൊടുക്കുക. അത്യാവശ്യം ഒരുപാട് ഫ്രോസ്റ്റിംഗ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ പതുക്കെ സ്മൂത്തൻ ചെയ്ത് കൊടുത്താൽ മതി. അതാണ് ഇത് കേക്ക് സൈഡൊക്കെ ഫ്രോസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഏറ്റവും സിമ്പിൾ വഴി. ഇതുപോലെ കണ്ടോ, ഇതേപോലെ ഒരു കേക്ക് സ്മൂത്തർ യൂസ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് എക്സ്ട്രാ സാധനങ്ങളൊക്കെ അതിൽ വന്നോളും. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം തിക്കാവണോ സൈഡ്സ് എത്രത്തോളം നേരം അത് ചെയ്ത് കൊടുക്കുക. ഞാൻ അധികം തിക്കാക്കുന്നില്ല. പിന്നെ ലാസ്റ്റ് ഒരു ഫിനിഷിങ് ഇതുണ്ട്. അത് സൈഡ് ഏറെക്കുറെ സ്മൂത്തായിട്ട് വരുമ്പോൾ മോൾ ഭാഗം ഫിനിഷ് ചെയ്യുക. അപ്പോൾ തിക്കാണോ തിൻ ഫ്രോസ്റ്റിംഗ് ആണോ വേണ്ടത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ അതനുസരിച്ച് വിപ്ഡ് ക്രീം ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടൊന്ന് ലാസ്റ്റത്തെ ഒരു ഫിനിഷിങ് വർക്കും കൂടെ ചെയ്യുക.
നോർമൽ മിൽക്ക് കേക്കിന് ആക്ച്വലി ഇതേപോലത്തെ ഒരു പ്ലെയിൻ ഫ്രോസ്റ്റിംഗ് മതി. പിന്നെ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് ഡ്രോപ്പ് ഫ്ലവേഴ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വിൽറ്റൺ 2D ടിപ്പ് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കളറൊന്നുമില്ലല്ലോ, പ്ലെയിൻ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് സ്വീറ്റൻഡ് പൈനാപ്പിൾസ് എടുത്ത് സ്ലൈസസ് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഫിക്സ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ആർട്ടിസ്റ്റിക് ഐഡിയാസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേക്ക്. പിന്നെ പൈനാപ്പിൾസിലും നല്ലത് സ്ട്രോബെറി ആണ്, പക്ഷേ എൻ്റെ കയ്യിൽ ആ ടൈമിൽ സ്ട്രോബെറീസ് ഉണ്ടായിരുന്നില്ല. സ്ട്രോബെറീസോ അല്ലെങ്കിൽ ഏതെങ്കിലും റാസ്ബെറി, ഏതെങ്കിലും റെഡ് ബെറീസ് യൂസ് ചെയ്തിട്ടാണെങ്കിലും ഇത് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിൽക്ക് കേക്ക് ഒരു ബർത്ത്ഡേ കേക്ക് പോലെ കട്ട് ചെയ്യാനായിട്ട് റെഡിയാവും. ഏത് കേക്കാണെങ്കിലും ഫ്രോസ്റ്റിങ്ങിന് ഇങ്ങനെ ചെയ്താൽ മതി, പക്ഷേ കുറച്ച് കട്ടിയായിട്ട് ചെയ്യുക. ഇപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് ആണെങ്കിലും ബ്ലാക്ക് ഫോറസ്റ്റ് ആണെങ്കിലും ട്രിപ്പിൾ ചോക്ലേറ്റ് കേക്ക് ആണെങ്കിലും എല്ലാം ജസ്റ്റ് ഫ്രോസ്റ്റിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. സൈഡിൻ്റെ സ്മൂത്തനിങ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇപ്പോൾ ഒരു പ്ലെയിൻ വനീല കേക്കോ അല്ലെങ്കിൽ എഗ്ലെസ് കേക്കോ ഉണ്ടാക്കിയിട്ടും ഇതേപോലെ വിപ്ഡ് ക്രീം വെച്ച് ഫ്രോസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ഫ്രൂട്ട്സ് വെച്ച് ടോപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ മിൽക്ക് കേക്ക് നിങ്ങൾ സെർവ് ചെയ്യാൻ നേരത്ത് ലെച്ചസിൻ്റെ ആ സിറപ്പ് കൂടി ഒഴിക്കുക. 3 മിൽക്ക് മിക്സ് ഉണ്ടല്ലോ അതൊഴിക്കുക. അപ്പോൾ മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ അത്ര വലിയ ഡെക്കറേഷൻ ഒന്നും ചെയ്തില്ലെങ്കിലും പ്ലെയിൻ വനീല ഫ്രോസ്റ്റിംഗ് എങ്കിലും വെച്ചത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് ഓൾറെഡി നമ്മൾ സോക്ക് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് നമ്മൾ വിപ്ഡ് ക്രീം ഫ്രോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മൾ മിൽക്ക് മിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. റിവ്യൂസ് കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ബൈ.